പാരാമെഡിക്കൽ കോഴ്സുകളിൽ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് BSc MLT അല്ലെങ്കിൽ BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. രോഗനിർണയം നടത്തുക എന്നതാണ് ചികിത്സയുടെ ആദ്യഘട്ടം. അതിനുവേണ്ടി ടെക്നീഷ്യന്മാരെ വാർത്തെടുക്കുകയാണ് BSc MLT എന്ന കോഴ്സിലൂടെ. 4 വർഷത്തെ കോഴ്സാണിത്. 3 വർഷം കോഴ്സും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പുമാണ് ഇതിലുള്ളത്. അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഹെമറ്റോളജി, മൈക്രോബയോളജി, പാത്തോളജി, ഇമ്മ്യൂണോളജി തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ പഠിക്കേണ്ടി വരിക. ഹയർ എഡ്യൂക്കേഷന് ചാൻസുകൾ കൂടുതലുള്ള മേഖലയാണിത്. മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, ഇമ്മ്യൂണോളജി, പബ്ലിക് ഹെൽത്ത് തുടങ്ങി നിരവധി മേഖലകളിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ അവൈലബിൾ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകളിൽ 50% മാർക്കോട് കൂടി +2 അല്ലെങ്കിൽ ഇക്വലൻ്റ് എക്സാമുകൾ വിജയിച്ച കുട്ടികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. കേരളത്തിൽ BSc MLTക്കായി ആകെ 40 കോളേജുകളാണുള്ളത്. അതിൽ 3 കോളേജുകൾ ഗവൺമെൻറ് കോളേജുകളാണ്. ബാക്കി 37 സെൽഫ് ഫിനാൻസിംഗ് മേഖലയിലാണുള്ളത്. ഗവൺമെൻറ് മേഖലയിലെ മുഴുവൻ സീറ്റിലേക്കും സെൽഫ് ഫിനാൻസിംഗ് മേഖലയിലെ പകുതി സീറ്റിലേക്കും അഡ്മിഷൻ നടക്കുന്നത് LBS മുഖേനയാണ്. +2 ലഭിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റിനനുസരിച്ചാണ് LBSൽ അഡ്മിഷൻ നടക്കുക. കഴിഞ്ഞ വർഷത്തെ LBS അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്നെടുത്ത BSc MLTയുടെ ഡേറ്റ നമുക്കിവിടെ പരിശോധിക്കാം. ഗവൺമെൻറ് മേഖലയിൽ 3 കോളേജിലായി ആകെ 79 സീറ്റുകളാണുള്ളത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പരിയാരം കണ്ണൂരിൽ 27 സീറ്റുകളാണുള്ളത്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം കിട്ടിയ ഇൻഡെക്സ് മാർക്ക് 293.3 ആണ്. 26 സീറ്റുകളാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ അവസാന അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് മാർക്ക് 297.5 ആണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് 26 സീറ്റുകളാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റ് എൻട്രി ചെയ്തിരിക്കുന്നത് 283.33 ഇൻഡെക്സ് മാർക്കിലാണ്. ഈ ഗവൺമെൻറ് കോളേജുകളിൽ അവസാനം വന്ന ഇൻഡെക്സ് മാർക്ക് ഓരോ വിഭാഗത്തിൻ്റെയും നമുക്ക് നോക്കാം. വിശ്വകർമ്മ വിഭാഗം 289.17, സ്റ്റേറ്റ് മെറിറ്റ് 283.33, LC വിഭാഗം 283.3, ഈഴവ 272.5, മുസ്ലിം 269.16, EWS 267.49, ധീവര വിഭാഗം 257.51, ബാക്ക്വേർഡ് ഹിന്ദു 257, SC 250.01, ST 230. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഗവൺമെൻറ് കോളേജുകളിൽ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞവർക്കും സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെൽഫ് ഫിനാൻസിംഗ് മേഖലയിലെ സീറ്റുകളെ കുറിച്ച് നോക്കാം. ആദ്യത്തെ 4 കോളേജുകൾ CPASൻ്റെ അണ്ടറിലുള്ളതാണ്. സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അങ്കമാലി. കഴിഞ്ഞ വർഷത്തെ LBSൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രകാരം ആകെ 3 സീറ്റുകളിലേക്ക് മാത്രമാണ് അവിടെ അഡ്മിഷൻ നടന്നത്. സ്റ്റേറ്റ് മെറിറ്റ് എൻട്രി ചെയ്ത ഇൻഡെക്സ് മാർക്ക് 180 ആണ്. അടുത്തത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ മണിമലക്കുന്ന്. അവിടെയും കഴിഞ്ഞ വർഷം 1 സീറ്റിലേക്ക് മാത്രമാണ് അഡ്മിഷൻ നടന്നത്. 183.33 ഇൻഡെക്സ് ഉള്ള കുട്ടിയാണ് അവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അടുത്തത് പുതുപ്പള്ളിയിലുള്ള CPASൻ്റെ കോളേജാണ് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പുതുപ്പള്ളി. അവിടെ അഡ്മിഷൻ നടന്നിരിക്കുന്നത് 14 സീറ്റുകളിലേക്കാണ്. എൻട്രി ചെയ്ത സ്റ്റേറ്റ് മെറിറ്റ് 169.16. അടുത്തത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ. അവിടെ 15 സീറ്റിലേക്കാണ് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 234.17 സ്റ്റേറ്റ് മെറിറ്റ് എൻട്രി ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഓരോ കോളേജുകളിലും ഓരോ വിഭാഗത്തിൻ്റെയും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അടങ്ങിയ ടേബിളാണിത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റിൽ നിന്ന്, അതായത് 2025 അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റയാണ്. ഇതനുസരിച്ച് ഹയസ്റ്റ് ഇൻഡെക്സ് സ്കോറിൽ സ്റ്റേറ്റ് മെറിറ്റിൽ എൻട്രി ചെയ്ത കോളേജുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് MES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ആണ്. അവിടെ എൻട്രി ചെയ്ത സ്റ്റേറ്റ് മെറിറ്റ് 275. അടുത്തത് ട്രാവൻകൂർ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് ആണ്. അവിടെ എൻട്രി ചെയ്ത സ്റ്റേറ്റ് മെറിറ്റ് 274.16. അടുത്തത് KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്. അവിടെ എൻട്രി ചെയ്ത സ്കോർ 270. അടുത്തത് അൽഷിഫ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ്. അവിടെ എൻട്രി ചെയ്തത് 268.30 ആണ്. അടുത്തത് ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസ്. അവിടെ എൻട്രി ചെയ്തത് 265.83 ഇൻഡെക്സ് മാർക്കാണ്. ഇനി നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ ഏറ്റവും കുറവ് ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ നടന്ന കോളേജുകൾ ഏതെല്ലാം നോക്കാം. അഹില കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ്. അവിടെ 163.33 ആണ് സ്റ്റേറ്റ് മെറിറ്റ് അവസാനിച്ചിരിക്കുന്നത്. അടുത്തത് സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ്. അവിടെ 165.83 ഇൻഡെക്സിലാണ് സ്റ്റേറ്റ് മെറിറ്റ് അവസാനിച്ചിരിക്കുന്നത്. സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ തലപ്പാടി. അവിടെ 169.16 ഇൻഡെക്സിലാണ് അഡ്മിഷൻ അവസാനിച്ചത്. KTCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്. അവിടെ 178.34. സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അങ്കമാലി.
180 ഇൻഡെക്സിലാണ് അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് 163.33 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് പോലും കഴിഞ്ഞ വർഷം BSc MLTക്ക് അഡ്മിഷൻ ലഭിച്ചിരുന്നു. അത് 24ാമത്തെ അലോട്ട്മെൻറ്റിലാണ് നടന്നത്. കഴിഞ്ഞ വർഷം സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിരുന്നു. അടുത്തത് ഈഴവ വിഭാഗത്തിലെ ഹയസ്റ്റ് ഇൻഡെക്സ് നോക്കാം. അൽ അസർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് തൊടുപുഴയിൽ 280 സ്റ്റേറ്റ് മെറിറ്റ് അവസാനിച്ചത്. ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജിൽ 257.50 സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം വന്നത്. മൗലാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ 254.17 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് അവസാനം സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയത്. അടുത്തത് ഈഴവ വിഭാഗത്തിൽ ഏറ്റവും കുറവ് ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ നടന്ന കോളേജുകളും ഇൻഡെക്സ് മാർക്കും നോക്കാം. ഈഴവ വിഭാഗത്തിൽ ഏറ്റവും കുറവ് ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ കിട്ടിയത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ തലപ്പാടിയിലാണ്. 175 ഇൻഡെക്സ് മാർക്ക്. പ്രസൻറ്റേഷൻ സെൻറ്റർ ഓഫ് അലൈഡ് സയൻസിൽ 183.3 ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടിക്കും അഡ്മിഷൻ ലഭിച്ചു. അതുപോലെ മദർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ 284.17 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് മുസ്ലിം വിഭാഗത്തിൽ ഹയസ്റ്റ് ഇൻഡെക്സ് സ്കോറിൽ അഡ്മിഷൻ എൻഡ് ചെയ്ത കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രാവൻകൂർ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, അവിടെ മുസ്ലിം മെറിറ്റിൽ 270.33 അവസാനത്തെ ഇൻഡെക്സ്. MES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ 272.51. ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജിൽ 267.50. അൽ ഷിഫ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ 267.49. മുസ്ലിം വിഭാഗത്തിലെ ഏറ്റവും കുറവ് ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ നടന്ന കോളേജുകളും ഇൻഡെക്സുകളും നോക്കാം. സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് 204.16. സമരിതൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് 208.34. സെൻറ്റ് തോമസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് 212.50. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ ഹയസ്റ്റ് ഇൻഡെക്സ് സ്കോറിൽ അഡ്മിഷൻ എൻഡ് ചെയ്ത കോളേജുകൾ ഏതെന്ന് നോക്കാം. AB മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസിൽ 272.5 ഇൻഡെക്സ് മാർക്ക് അവസാനിച്ചിരിക്കുന്നത്. അൽ ഷിഫ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ 260.83 അവസാനിച്ചിരിക്കുന്നത്. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് 260.83. ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് 250.01. ട്രാവൻകൂർ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് 248.34. BH വിഭാഗത്തിലെ ലോവസ്റ്റ് ഇൻഡെക്സ് വന്ന കോളേജുകൾ നോക്കാം. ശാന്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് 194.17. അമല കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് 199.17. മിംസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് 200. സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് 206.67. LC വിഭാഗത്തിലെ ഹയസ്റ്റ് ഇൻഡെക്സ് മാർക്കിൽ അവസാനിച്ച കോളേജുകൾ നോക്കാം. BB മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസ് 259.16. MCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് 257.48. അൽഷിഫ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് 255.85. അടുത്തത് LC വിഭാഗത്തിലെ ലോവസ്റ്റ് ഇൻഡെക്സിൽ അവസാനിച്ച കോളേജുകൾ നോക്കാം. KVM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് 205.84. പ്രസൻറ്റേഷൻ സെൻറ്റർ ഓഫ് അലൈഡ് സയൻസ് 212.49. ശ്രീഗോകുലം കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് 235.83. BX വിഭാഗത്തിൽ 2 അഡ്മിഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. മിംസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ 221.67. അൽ അസർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് തൊടുപുഴ 241.67. KU വിഭാഗത്തിൽ വളരെ കുറച്ച് അഡ്മിഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അമല കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് 245.83. ലോവസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് 204.16. ഇവരെ വിഭാഗത്തിലും കുറച്ച് അഡ്മിഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അൽ ഷിഫ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് 244.17. ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് 241.67. ലോവസ്റ്റായി വന്നിരിക്കുന്നത് മുത്തൂറ്റ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, അവിടെ 201.67 ഇൻഡെക്സ് മാർക്ക് എൻഡ് ചെയ്തിരിക്കുന്നത്. ലൈക്സസ്റ്റ് കോളേജ് പാരാമെഡിക്കൽ സയൻസ് അവിടെ 207.50 എൻഡ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക്. PKയിൽ ഹൈ വന്നിരിക്കുന്നത് PP മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസ് 274.17. അൽഷിഫ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് 250.84. VKയിൽ ലോവസ്റ്റ് ഇൻഡെക്സ് മാർക്കിന് അഡ്മിഷൻ കിട്ടിയ കോളേജ് EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ 202.50. മദർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് 212.50.
KNL ഹയസ്റ്റ് ഇൻഡെക്സ് സ്കോറിൽ എൻഡ് ചെയ്ത കോളേജാണ് അമല കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്. ഇവിടെ 234.16 ആയിരുന്നു ഇൻഡെക്സ് മാർക്ക്. ലോവസ്റ്റ് അൽ അസർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് തൊടുപുഴ 197.50 ഇവിടെ എൻഡ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ്. അടുത്തത് SCയിലെ ഹയസ്റ്റ് ഇൻഡെക്സ് സ്കോറിൽ അവസാനിച്ചിരിക്കുന്ന കോളേജുകൾ നോക്കാം. ട്രാവൻകൂർ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് 262.50, KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് 254.16, AKG കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് 252.57, അൽഷിഫ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് 252.50, ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് 249.16. അടുത്തത് ലോവസ്റ്റ് ഇൻഡെക്സ് മാർക്കിൽ അവസാനിച്ചിരിക്കുന്ന കോളേജുകൾ നോക്കാം. ശ്രീരാമകൃഷ്ണ ആശ്രമം ചാരിറ്റബിൾ ഹോസ്പിറ്റൽ 193.33, ലൈഷ്യസ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് 205, പ്രസൻറ്റേഷൻ സെൻറ്റർ ഓഫ് അലൈഡ് സയൻസ് 207. അടുത്തത് ST വിഭാഗമാണ്. ഹയസ്റ്റ് ഇൻഡെക്സ് എൻഡ് ചെയ്തിരിക്കുന്ന അഹില കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് 233.33, ശാന്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് 210.83, BB മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസ് 204.17. അടുത്തത് STയിലെ ലോവസ്റ്റ് ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ കിട്ടിയ കോളേജുകൾ നോക്കാം. മദർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് 283.34, വെസ്റ്റ് ഫോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് 200.83. ഈ ഡേറ്റയിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടുന്ന ഒരു പാരാമെഡിക്കൽ കോഴ്സ് തന്നെയാണ് BSc MLT. കഴിഞ്ഞ വർഷം ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു എന്നത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം.